പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം തന്നെ ചർച്ചയ്ക്കിടയിൽ ഇറങ്ങിപ്പോയെന്ന് JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരം? ദേവിക, പാർലമെന്റിൽ ഇന്നും നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം കാരണം ആദ്യം ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 12 മണിവരെയുമായിരുന്നു നിർത്തിവെച്ചത്. 12 മണിക്ക് വീണ്ടും രാജ്യസഭ നടപടികൾ ആരംഭിച്ചെങ്കിലും 1 മിനിറ്റ് പോലും നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും രാജ്യസഭയും ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലും പ്രതിപക്ഷ ബഹളം ഉണ്ടായിരുന്നെങ്കിലും ആ ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. പക്ഷേ വർഷകാല സമ്മേളനം തുടങ്ങി കഴിഞ്ഞ ആഴ്ച, അതായത് ആദ്യ 5 ദിവസവും ഇന്ന് നടന്നതിന് സമാനമായി തികച്ച് 5 മിനിറ്റ് പോലും സഭാ നടപടികൾ തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് ചോദ്യങ്ങൾ പോലും ഉന്നയിക്കുകയുണ്ടായി. നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചത് ഇത്തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ്. ഗൗരവമുള്ള ക്രിയാത്മകമുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ നടക്കേണ്ടത്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന ചോദ്യം സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ ഉന്നയിച്ചെങ്കിലും അത് ചെവിക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചെയ്തിട്ടുള്ളത്. ബീഹാർ വോട്ടർ പട്ടികയിൽ അതിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അന്വേഷണവും നടപടികളും നിർത്തിവെക്കണം, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നടപടികൾ വളരെ കൃത്യമാണെന്നും മരിച്ചുപോയവരോ അതല്ലെങ്കിൽ അന്യരാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതേ നടപടി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിലും തുടരും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഒപ്പം രാജ്യസഭ 12 മണിക്ക് ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി JP നദ്ദ സംസാരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം തന്നെ ഇന്നലെ ആ ചർച്ചകളിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയത് മര്യാദകേടാണ് എന്നാണ് JP നദ്ദ സൂചിപ്പിച്ചത്. ദേവിക. ശരി ജിഷ്ണു.